ഫ്രണ്ടാണ് ഈ പണി ഞാൻ പറഞ്ഞത് ചെയ്യുന്നത്. ഓ ആരാ? ഹലോ ഹലോ ആ ചേച്ചി പാപ്പാ ഇതാ വരുന്നു അമ്മ. ആ ചേച്ചി പറയാം. ഞാൻ താഴെയായിരുന്നു, നല്ല മഴ ഇവിടെ. എന്താ വിളിച്ചേ? ആരാ? ഹോസ്റ്റൽ മുറിയിലെ മടുപ്പിക്കുന്ന ഒറ്റപ്പെടലിൽ ഞാൻ മുങ്ങിത്താഴുമ്പോഴാണ് ഓരെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ മിസ്സിൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? ഒരു മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം ആരുമില്ല. മിസ്സേ സി ബ്ലോക്കിലാണ് റൂം. മിസ് ബാഗ് എടുത്ത് നടന്നു, ഞാൻ എന്താ വരുന്നു. ഓ ശരി. മിസ് എവിടെയായിരുന്നു അപ്പോൾ മുമ്പ് നിന്നിരുന്നത്? പേയിങ് ഗസ്റ്റ് ആയിരുന്നു, മലയാളത്തിലെ രാധിക മിസ്സിൻ്റെ കൂടെ. മിസ് സ്ഥലം മാറിപ്പോയപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് മടുത്തു. ആ മിസ്സേ, മിസ്സിൻ്റെ മുറിയിലൊരു മലയാളം PG സ്റ്റുഡൻറ്റ് കൂടെ ഉണ്ട്. അവരുടെ റൂമിലൊക്കെ വെച്ച് ഏതോ സർക്കാർ ജോലി കിട്ടിപ്പോയി. ബാക്കി എല്ലാ റൂമിലും സ്റ്റുഡൻസ് ഫില്ലായതുകൊണ്ട് ഇപ്പോൾ അവിടെ മാത്രമേ റൂം ഒഴിവുള്ളൂ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ്. മിസ്സിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇതാണേ മുറി. ചേച്ചി വഫ, ഇത് നില മിസ്. അന്ന് ആ വാതിലിനപ്പുറത്ത് നിലയെ ആദ്യമായി കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇതുവരെയുള്ള എൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരമാണ് നിലയെന്ന്. മിസ്സേ, ഈ ബെഡ് യൂസ് ചെയ്തോളൂ. ആ ശരി. ഇനി ബാഗ് വരാനുണ്ടോ? ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചോളൂ. മിസ് ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഫിസിക്സ്. വഫ PG സ്റ്റുഡൻ്റ് ആണല്ലേ? ആ അതെ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ വലിയൊരു തിരക്കിൽ നിന്ന് എന്നെ മാത്രം ആഴത്തിൽ നോക്കുന്ന രണ്ട് കണ്ണുകൾ. കൂടുതലേറെ നേരം നിലയിലേക്ക് തന്നെ നോക്കി നിൽക്കാൻ എനിക്ക് തോന്നുന്നു. കണ്ണുകളിലേക്ക്, മൂക്കുത്തിയിലേക്ക്, എന്നിലേക്ക് തന്നെ.
കുറേ വായിക്കുമല്ലേ? ആ, സമയം കിട്ടുന്നതിനനുസരിച്ച്. മിസ് എങ്ങനെയാ, പുസ്തകം വായിക്കുന്ന കൂട്ടത്തിലാണോ? ആ, വലിയ രീതിയിലൊന്നുമില്ല, ചുരുക്കം ചിലതൊക്കെ. അതിനേക്കാൾ ഇഷ്ടം ഈ മണവും കവിതകളൊക്കെയാ. ആഹാ, ബുക്കിൻ്റെ മണത്തിനോട് ഇത്രയും പ്രണയം തോന്നുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുമോ. മിസ്സേ, മൂക്ക് കുത്തിയപ്പോൾ വേദനിച്ചിരുന്നോ? ആ, ചെറുതായിട്ട്. എങ്ങനെ, ഉറുമ്പ് കടിക്കുന്ന വേദന പോലെയോ? ആ, അങ്ങനെയാണല്ലോ പറയാറ്. വഫ മൂക്കുത്തി നോക്ക്, നല്ല ഭംഗിയുണ്ടാവും. അല്ല, വേണ്ട മിസ്സേ. നിലയ്ക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്തിൻ്റെയോ ഗന്ധമുണ്ടായിരുന്നു. അതെന്നെ നിലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. മഴ അങ്ങനെ തകർത്തു പെയ്യുന്ന സന്ധ്യയ്ക്കാണ് തന്നെ തറച്ചിട്ട ഭൂതകാലത്തിൻ്റെ വേദനിപ്പിക്കുന്ന ചങ്ങലകളെ അയക്കാമെന്നോണം നില എന്നിലേക്ക് ചാഞ്ഞത്. മിസ്സേ, നിനക്കറിയോ, തട്ടമുടി നീങ്ങാത്തതിനും മൂക്കുത്തി കിനാവ് കണ്ടതിനും കുഞ്ചാക്കോമ്പവൻ്റെ ഫോട്ടോ വെട്ടിയൊട്ടിച്ചതിനും അർജൻറ്റീന വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ ജയിച്ചപ്പോൾ തുള്ളിച്ചാടിയതിനൊക്കെ പകരമായിട്ട് ഉപ്പാൻ്റെ പുൽക്കൊമ്പ് കിട്ടിയ വലിയൊരു പാട് മാറാത്ത മനസ്സിൻ്റെ എനിക്ക് അതിലേക്കൊരു നനവ് തന്നത് നിങ്ങളാണ്. എനിക്കുണ്ടായിരുന്നത് നിനക്കത്ര പരിചയമില്ലാത്ത ഒരു അനാഥാത്വത്തിൻ്റേതാണ്. നില എന്ന പേരിൻ്റെ മുന്നിലോ പിന്നിലോ ഒന്നുമില്ലാത്തതാണ് സ്കൂൾ വരാതെ മഴ നോക്കി നിന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അതോർത്തൊന്ന് കരയണമെന്ന് തോന്നും. ഞങ്ങളുടെ കോൺവെൻറ്റിൽ നടുമുറ്റത്ത് നിൽക്കുന്ന ആൽമരം നോക്കി നിന്ന് ദിവസങ്ങളോളം നേരം വെളുപ്പിച്ചിട്ടുണ്ട്. കോളേജ് പഠിക്കുന്ന കാലത്ത് പ്രേമം തലയ്ക്ക് പിടിച്ചപ്പോൾ അതിന് സമ്മാനമായി കിട്ടിയത് ഒരു കുഞ്ഞു ജീവനായിരുന്നു. ഞാൻ വളർന്നതുപോലെ എൻ്റെ മകനും എവിടെയും ഒറ്റപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഈശ്വരൻ പനിയുടെ രൂപത്തിൽ നിന്ന് അവനെയും എൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്തു. ഭൂമിയുടെ അവകാശികൾ വായിച്ചതിന് ശേഷമാണ് പേരിന് പിറകിൽ ബഷീർ എന്ന് ചേർത്തത്. ഒന്നിനോടും വിരോധമില്ലാത്ത നിലാ ബഷീർ. ഇതെന്താ ഞങ്ങൾ നനഞ്ഞു വന്നേ? കൊടയെടുക്കാൻ മറന്നു. നീ എപ്പോഴാണ് വന്നേ? ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങ് പോന്നു. ആണോ? നിങ്ങൾ വേഗം പോയി തല തോർക്കും, പനി പിടിക്കും. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ആ, പനിക്കുണ്ടോ?
ഇല്ല, ചെറിയൊരു ചൂടേ ഉള്ളൂ. ചൂടുണ്ടല്ലോ, വാ നീക്കി ഹോസ്പിറ്റലിൽ പോവാം. അത്ര കാര്യമായിട്ടൊന്നുമില്ലടോ. ഒന്ന് ഇറങ്ങി നീറ്റ് അതൊന്ന് മാറിക്കോളും. ആ, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി കിടക്കേണ്ടി വരും. കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? വിശക്കണില്ലേ? ഇല്ലടോ, ഒന്നും വേണ്ട. എന്നാ കിടന്നു. തണുപ്പ് നിലയെ അപ്പാടെ പൊതിയുന്നുണ്ടായിരുന്നു. കാൽപാദം മുതൽ ഉച്ചി വരെ, മുടിയിഴകളുടെ അറ്റം വരെ കുളിർ നിലയെ മൂടുന്നുണ്ടായിരുന്നു. ആഴങ്ങളിലേക്ക് നിലയുടെ ഗന്ധം എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. കൂടുതൽ ഇറുക്കി എനിക്ക് നിലയെ കെട്ടിപ്പിടിക്കുവാൻ തോന്നുന്നു. ഇടയ്ക്ക് നിനക്ക് പുതിയ പുസ്തകത്താളുകളുടെ ഗന്ധമാണ്. ഇപ്പോൾ പുതുമഴയിൽ നനഞ്ഞ മണ്ണിൻ്റെ ഗന്ധവും. എനിക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട്. എന്നെ ആഴത്തിലറിഞ്ഞ നിങ്ങൾക്ക് ഒരുപാട് നന്ദി. നന്ദിതയുടെ ഒരു വരി അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ തളർത്തുന്ന നിന്റെ കണ്ണുകൾ ഉയർത്തി ഇങ്ങനെ നോക്കാതിരിക്കും. ഞാൻ എൻ്റെ ഇരു കണ്ണുകളെയും ഇങ്ങനെ അടച്ചു പിടിക്കാം, നോട്ടം കൊണ്ടുപോലും വേദനിപ്പിക്കാതെ. അടിവയറ് മുഴുക്കെ ആദ്യ പ്രണയത്തിൻ്റെ വേരുകളാണ്. ഭംഗിയുണ്ട്. അയാളെ പിന്നെ കണ്ടിരുന്നോ? മറുപടി പറയണ്ട എന്ന് ഓർത്തിട്ടാവും, അല്ലെങ്കിൽ മറുപടിയേ ഇല്ലാത്തതുകൊണ്ടാവും. നിലയുടെ ആ മൗനം മാത്രം മതിയായിരുന്നു എനിക്ക് അവരെ മനസ്സിലാക്കാൻ. നിഴലേ വഴികൾ കനവെന്ന് തോന്നലാ
പീരിയഡ്സ് ആണോ? മുമ്പത്തേക്കാ വേദനയുണ്ട്. എന്നാ കുറച്ച് വെള്ളം കുടിക്കും. എപ്പോഴും നിനക്ക് നാട്ടിലേക്കുള്ള ബസ്? എനിക്ക് പോകണ്ട. ഒരു പെണ്ണ് കാണാനല്ലേ, വേഗം പോയി തിരിച്ചു പോവാം. നിങ്ങൾക്ക് എൻ്റെ വീട്ടുകാരെ അറിയാത്തോണ്ടാ ഞാൻ എത്ര ഒച്ചിട്ടിട്ടാ പഠിക്കാൻ വേണ്ടി വന്നത്. എന്നെ തിരിച്ചുവിടും തോന്നുന്നുണ്ടോ? നീ ആദ്യം പോ, ഒന്നും സംഭവിക്കില്ല. ഇങ്ങനൊരു അവസരം കിട്ടിയാൽ ഇന്ന് അവിടെ എങ്ങനെയും എത്തിക്കാൻ വേണ്ടി കാത്തു നിൽക്കും എൻ്റെ വീട്ടുകാർ. നീയായിരിക്കുക, നീയായി മാത്രം. എനിക്കതാണ് ഇഷ്ടം. നമ്മുടെ പ്രണയം ആ ഹോസ്റ്റൽ മുറി വിട്ട് പുറത്തു പോകുന്നില്ല എന്ന് മാത്രം. നീ എവിടെയായിരുന്നാലും എപ്പോഴും എൻ്റെ ചുണ്ടുകൾ നിന്റെ വിരലുകളെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇനിയുള്ള ഓരോ ആർത്തവകാലത്തും എൻ്റെ കൈകൾ നിന്റെ വയറിനു മീതെ വിശ്രമിക്കും. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞൂലേ?
ഞാൻ എപ്പോഴും നിലയെ ഓർത്തുകൊണ്ടേയിരിക്കും. എൻ്റെ ഓർമ്മകളിലല്ല, നില എന്നിൽ തന്നെയാണ്, ഞാൻ തന്നെയാണ്.